ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 4. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമിയോന്റെ വീട്ടിലേക്ക് പോയി. ശിമിയോന്റെ അമ്മായിയമ്മ കലശലായി പലിബാധിച്ച് കിടക്കുകയായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. യേശു അവളുടെ അടുക്കലെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെല്ലാവരും അവർ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് യേശു അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. യേശു അവരെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവരെ സംസാരിക്കുവാൻ അനുവദിച്ചില്ല. പ്രഭാതമായപ്പോൾ യേശു ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുത് എന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ യേശു പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണല്ലോ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. യേശു യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന സൗഖ്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം യേശു പത്രോസിന്റെ ഭവനത്തിൽ രോഗബാധിതയായി കഴിയുന്ന അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ ലൂക്കാസ് സുവിശേഷകൻ ഒരു വൈദ്യൻ അഥവാ ഒരു ഡോക്ടർ ആയതുകൊണ്ടാകാം രോഗസൗഖ്യത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ സുവിശേഷം ആരംഭിക്കുന്നത്. എന്നാൽ യേശു തൊട്ട ഉടനെ, ശാസിച്ച ഉടനെ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മാത്രയിൽ തന്നെ അവൾ സൗഖ്യമുള്ളവളായി മാറി. അതായത് ക്രിസ്തുവിന്റെ ഇടപെടലിന്, സ്പർശനത്തിന്, സാന്നിധ്യത്തിന് നമ്മെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം സായാഹ്നമായപ്പോൾ ആ ദേശത്ത് കഷ്ടപ്പെടുന്ന എല്ലാവരെയും യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവരുടെ മേൽ കൈകൾ വെച്ച് അവൻ എല്ലാവരെയും സുഖപ്പെടുത്തി. നോക്കൂ, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ധർമ്മം, ഉത്തരവാദിത്വം നമുക്കുണ്ട്. പത്രോസിന്റെ ഭവനത്തിൽ യേശു എന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ യേശുവിനോട് പറഞ്ഞു, ഇവിടെ രോഗബാധിതയായി ഒരു വ്യക്തി ഉണ്ട് എന്ന്. നമ്മുടെ എല്ലാവരുടെയും മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ബലം ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം നമുക്ക് സൗഖ്യവും ആശ്വാസവും ബലവും നൽകിയിരിക്കുന്നത് ബലഹീനരെ ക്രിസ്തുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുവാനാണ്. രോഗസൗഖ്യം ആവശ്യമുള്ളവരെ, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെ, പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവരെ, മുറിവേറ്റവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. യേശുവിന്റെ അടുക്കൽ വന്നവർ എല്ലാവരെയും യേശു സൗഖ്യപ്പെടുത്തുന്നു. അവിടെ മേൽ കരങ്ങൾ വെച്ച് യേശു അവരെ സൗഖ്യപ്പെടുത്തി അയക്കുന്നു. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുമ്പോൾ ഒരു രക്ഷാകരമായ പദ്ധതിയിൽ നാം ഭാഗമാക്കാവുകയാണ്. ക്രിസ്തുവിന് മാത്രമേ രക്ഷയുടെ സമ്പൂർണ്ണ കൃപ പ്രദാനം ചെയ്യാൻ കഴിയൂ. പിശാച് ബാധിതരായ വ്യക്തികൾ വിളിച്ചു പറയുന്നു യേശു ആരാണ് എന്ന്. എന്നാൽ യേശു അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അവരെ ശാസിക്കുകയാണ്. കാരണം എന്തെന്നോ, ക്രിസ്തുവിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തിയാകുവോളം യേശു ഈ ലോകത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുക തന്നെ ചെയ്യണം. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും പീഡിതരെ ആശ്വസിപ്പിച്ചും അന്ധർക്ക് കാഴ്ചയായി, ബധിരർക്ക് കേൾവിശക്തിയായി, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനത്തിന്റെ സദ്വാർത്തയായി. പിശാച് ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ
ക്രിസ്തു ദൗത്യത്തിന്റെ പൂർണ്ണത നിറവേറ്റാൻ സാധ്യമാകാതെ പോകുന്ന സാഹചര്യമുള്ളത് കൊണ്ടാണ് യേശു പിശാചുകളെ സംസാരിക്കുവാൻ അനുവദിക്കാത്തത്. യേശുവിന്റെ പിന്നാലെ വലിയൊരു ജനക്കൂട്ടം എപ്പോഴും പിന്തുടരുന്നുണ്ട്. യേശുവിന് വിട്ടുപോകരുതെന്ന് ആ ദേശത്തിലെ വാസികൾ ആവശ്യപ്പെടുമ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മറ്റു പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടവനാണ്. യേശു മറ്റു ദേശങ്ങളിലേക്ക്, സിനഗോഗുകളിലേക്ക് കടന്നു പോകുന്നു. നമുക്കും രക്ഷയുടെ സുവിശേഷത്തെ നെഞ്ചിലേറ്റി അനേകരിലേക്ക് അത് പകരാനുള്ള ദൗത്യവും ഉത്തരവാദിത്വവും ഏറ്റെടുക്കാം. കൂടുതൽ സ്നേഹത്തോടെ ക്രിസ്തു സാന്നിധ്യത്തിൽ വചനത്തിലൂടെ, കൂദാശകളിലൂടെ ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് നൽകാം. കണ്ടുമുട്ടുന്നവരെല്ലാവരെയും നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് ആനയിക്കാം. അവന് സമ്പൂർണമായ രക്ഷയും സൗഖ്യവും പ്രദാനം ചെയ്യാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ സ്നേഹം അനുഭവിക്കുവാൻ അനേകർ യോഗ്യരായി തീരേണ്ടതിന് നമുക്ക് നിരന്തരം ക്രിസ്തുവിന്റെ അരികിലേക്ക് എല്ലാവരെയും എത്തിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.